BJP ഫണ്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണങ്ങൾ. വ്യാജ GST അക്കൗണ്ടുകൾ മറയാക്കി ലക്ഷങ്ങളുടെ ക്രമക്കേട് നടന്നതായാണ് പുറത്തുവരുന്ന രേഖകൾ സൂചിപ്പിക്കുന്നത്. ട്രാവൽ ഏജൻസികൾ നൽകിയ ബില്ലുകളിലും ട്രിപ്പ് ഷീറ്റുകളിലും പൊരുത്തക്കേടുകളുണ്ട്. ഒരേ GST നമ്പറിൽ ഒന്നിലധികം കമ്പനികളുടെ ബില്ലുകളും കണ്ടെത്തിയതായാണ് സൂചന. ബില്ലുകളിലും ട്രിപ്പ് ഷീറ്റുകളിലും അക്കൗണ്ടന്റ് സംശയം ഉന്നയിച്ചതോടെ വിശദമായ അന്വേഷണം നടത്താനാണ് നീക്കം. ഗോകുൽനാഥ് ചേരുന്നു. ഗോകുൽ പറയൂ. ഗോകുൽ, കേൾക്കാമോ വിവരങ്ങൾ? റോഷ്നി, എന്തായാലും ഈ BJP തിരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്നതാണ്. കാറുകൾ വാടകയ്ക്കെടുത്തതുമായി ബന്ധപ്പെട്ട് നടത്തിയ കൂടുതൽ തട്ടിപ്പിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. വ്യാജ GST നമ്പർ നൽകിയ ട്രാവൽസിൽ തിരക്കിട്ട് പണം നൽകിയ വിവരങ്ങളൊക്കെ റിപ്പോർട്ടിന് ലഭിച്ചിരുന്നു. ഒരേ GST നമ്പർ രണ്ട് ട്രാവൽ കമ്പനികൾക്ക് പണം നൽകിയിട്ടുള്ളതായിട്ടാണ് വിവരം. അതായത് സ്പൈസസ് കൊക്കോ, ശബരി ട്രാവൽസ് കമ്പനികൾക്ക് നൽകിയത് ഒരേ GST നമ്പറാണ്. ടാക്സി കാറുകളുടെ ട്രിപ്പ് ഷീറ്റിലടക്കം തട്ടിപ്പ് നടത്തിയതായിട്ടുള്ള ആരോപണമൊക്കെ ഉയരുകയും അത് ഇപ്പോൾ നിലവിൽ അന്വേഷണ വിധേയമായിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ട്രാവൽ കമ്പനികളെ ഏകോപിപ്പിച്ചത് S സുരേഷും അഞ്ജന MP എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ഈ അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്ന വിവരം എന്നുള്ളതാണ്. മാത്രമല്ല SPGക്കും AR ക്യാമ്പിനും അതേപോലെ തന്നെ ടാക്സിക്കാർ വിട്ടു നൽകിയതായും നിലവിൽ ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ഈ ഒരു സർക്കാർ സംവിധാനത്തിന് BJPയുടെ തന്നെ രീതിയിൽ അല്ലെങ്കിൽ BJP ഇത്തരത്തിൽ വാഹനങ്ങൾ നൽകുന്നത്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നൽകുന്നത് ഇതാദ്യമായിരിക്കും എന്നുള്ളതാണ്. മാത്രമല്ല SPGക്ക് നൽകിയ വാഹനം 5000 കിലോമീറ്ററുകൾ ഓടിയതായും മാത്രമല്ല AR ക്യാമ്പിന് നൽകിയ വാഹനവും ഇതേപോലെ 2000 കിലോമീറ്ററുകൾ ഓടിയതായും ഒക്കെയാണ് ഇപ്പോൾ രേഖകളിൽ ഉള്ളതെന്നുള്ളതാണ്. അത്തരത്തിൽ വരികയാണെങ്കിൽ വലിയ തട്ടിപ്പാണ്, അതിന്റെ വ്യാപ്തി വളരെ ഭീകരമാണെന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ വിഷയം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഈ വലിയ തട്ടിപ്പ് തന്നെയാണ് നടന്നതെന്നുള്ള കാര്യത്തിൽ വളരെ വ്യക്തമായ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്പൈസസ് കൊക്കോ അതുപോലെ തന്നെ ശബരി എന്നീ രണ്ട് ഏജൻസികളായി ട്രാവൽ ഏജൻസികൾക്കായി നൽകിയിട്ടുള്ള ഈ ഫണ്ട് ഇടപാടും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും കൂടെ പുറത്തു വരുന്നുള്ളതാണ്. അത്രത്തോളം വ്യാപ്തിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഒരു ട്രാവൽ ഏജൻസിക്ക് രണ്ട് GST നമ്പർ വരേണ്ട ഇടത്ത് ഒറ്റ GST നമ്പറിൽ രണ്ട് ട്രാവൽ ഏജൻസികൾക്കായി പണം നൽകിയതായിട്ടടക്കം കണ്ടെത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ അന്വേഷണം മുൻപോട്ട് പോകുന്നത്. എന്നാലും S സുരേഷും അതേപോലെ തന്നെ അഞ്ജന MPയും ഈ വിഷയത്തിൽ വ്യക്തമായി ഇടപെട്ടിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയാണെന്നാലും കൂടുതൽ അന്വേഷണം വരും ദിവസങ്ങളിലും നടക്കും. റോഷ്നി, ശരി. ഗോകുൽ പറഞ്ഞതുപോലെ തന്നെ ഈ BJP തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് എന്ന് പറയുന്നത് ഒരു വമ്പൻ തട്ടിപ്പ് തന്നെയാണ് എന്ന് ബോധ്യപ്പെടുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വിവരങ്ങളാണ് ഗോകുൽ നൽകിയത്.